അത്ര ഭീകരമായിട്ട് വധിച്ച് നമ്മൾ കണ്ടതാണ്. VS അച്യുതാനന്ദൻ അവിടെ പോയി നിന്നോ രമയോടൊപ്പം നിൽക്കുന്ന കാഴ്ച. ആ കാഴ്ച ഹൃദയഭേദകമായ കാഴ്ചയുടെ മാറ്റൊലിയിൽ തിരുവനന്തപുരത്ത് ഒരു സീറ്റ്, ഒരു നിയമസഭാ സീറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു. അത്ര പ്രബലമായ വികാരമാണ് അതിപ്പോ. അത് ആളുകൾ മറവിയൊക്കെ ഉണ്ട്, ശരിയാ. പക്ഷേ ഇപ്പോ കേസ് നടക്കുന്നത് കൊണ്ടും ഏരിയ കമ്മിറ്റി അംഗങ്ങളിലേക്ക് കൂടി ശിക്ഷ പോയിരിക്കുന്നത് കൊണ്ടും. ശ്രീ രാജേന്ദ്രൻ, ലോക്സഭ ഇലക്ഷനുള്ള 15 സീറ്റുകളിലേക്ക് CPM സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വടകരയിൽ KK ശൈലജ ടീച്ചർ, അതായത് TP വധക്കേസിന്റെ നിർണായകമായ ദിവസങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് തന്നെ വടകരയിൽ ശൈലജ ടീച്ചർ നിർത്തിയാൽ CPM എത്രത്തോളം വിജയസാധ്യതയുണ്ട്? അവിടെ CPM-ന്റെ ആസൂത്രണം എന്ന് പറയുന്നത് ഇതാണ്. TP ചന്ദ്രശേഖരൻ വധം ആസൂത്രണം ചെയ്തതുപോലെ വ്യക്തമായിട്ടുള്ള ആസൂത്രണം ചെയ്യാൻ അറിയാവുന്ന പാർട്ടി തന്നെയാണ് CPM. ശൈലജ ടീച്ചർ പാർലമെന്റിലേക്ക് പോകരുത് എന്ന് CPM ദൃഢനിശ്ചയമുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് വടകരയിൽ നിർത്തിയിരിക്കുന്നത്. ശരിയാണ്, എല്ലാവരും പറയും വടകര എന്ന് പറയുന്നത് ഇടത് കോട്ടയായിരുന്നു അത് പണ്ട്. പക്ഷെ TP ചന്ദ്രശേഖരന്റെ വധത്തോടുകൂടി അവിടെ CPM വിരുദ്ധ വികാരം വളരെ പ്രബലമാണ്. അത് ഇപ്പോ ഈ സമയത്ത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചന ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോ മറ്റൊരു വടകരയിലെ ജനങ്ങൾ പാർട്ടി ആയിരിക്കില്ല നോക്കുന്നത്, ആ നിൽക്കുന്ന സ്ഥാനാർത്ഥി ആയിരിക്കുമല്ലോ. ശൈലജ ടീച്ചറിന് ഒരിക്കലും ഒരു നെഗറ്റീവ് പറയാൻ ജനം ഇല്ല. ഇല്ല, അവിടെയാണ് പ്രശ്നം. വടകരയിലെ ജനങ്ങൾ ഇപ്പൊ CPM-ന് കമ്മ്യൂണിസ്റ്റുകാരാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട്, യഥാർത്ഥ മാർക്സിസ്റ്റുകാരായതുകൊണ്ട് അവർ ഇപ്പോഴത്തെ CPM-ന്, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മൊത്തത്തിൽ കുറ്റം പറയും, ഇപ്പോഴത്തെ CPM-ന്റെ തീരുമാനങ്ങളെ അതിന്റെ പോക്കിനെ എതിർക്കുന്നവരാണ്. ഈ പോക്കല്ല കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു കമ്മ്യൂണിസ്റ്റ് സംസ്കാരം ഉള്ള ഒരു പാർട്ടി അല്ല ഇപ്പൊ കേരളം ഭരിക്കുന്നത്. അപ്പൊ പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എക്സാലോജിക്ക് മാത്രമല്ല, ഒരുപാട് കേസുകളിലൂടെ പുറത്തു വന്നിട്ട്. അപ്പൊ ശുദ്ധമായ കമ്മ്യൂണിസ്റ്റ് മാർക്സിസം ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അവിടെയുള്ളത്. വൻ എതിർപ്പാണ്. അതോടുകൂടി TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഗൂഢാലോചന കൂടി നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആസൂത്രിതമായ ഒരു നേതാവിനെതിരെ പ്രതികരിച്ച ഒരാളിനെ, മറ്റൊരു നേതാവിനെ അനുകൂലിച്ച ഒരാളിനെ VS-നെ വധിക്കുന്നതിന്റെ പ്രതീകമാണ്, അതിന്റെ ഒരു സൂചനയാണിത്, മുന്നറിയിപ്പാണെന്ന് പോലും പറയുന്നുണ്ട്. അത്ര ഭീകരമായിട്ട് വധിച്ച് നമ്മൾ കണ്ടതാണ്. VS അച്യുതാനന്ദൻ അവിടെ പോയി നിന്നോ രമയോടൊപ്പം നിൽക്കുന്ന കാഴ്ച. ആ കാഴ്ച ഹൃദയഭേദകമായ കാഴ്ചയുടെ മാറ്റൊലിയിൽ തിരുവനന്തപുരത്ത് ഒരു സീറ്റ്, ഒരു നിയമസഭാ സീറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു. അത്ര പ്രബലമായ വികാരമാണ് അതിപ്പോ. അത് ആളുകൾ മറവിയൊക്കെ ഉണ്ട്, ശരിയാ. പക്ഷേ ഇപ്പോ കേസ് നടക്കുന്നത് കൊണ്ടും ഏരിയ കമ്മിറ്റി അംഗങ്ങളിലേക്ക് കൂടി ശിക്ഷ പോയിരിക്കുന്നത് കൊണ്ടും ഇനി ഇതിന്റെ കൂടുതൽ ഗൂഢാലോചനകളെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് രമ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും തീർച്ചയായിട്ടും രമയ്ക്ക് അനുകൂലമായിട്ടുള്ള, ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന TP ചന്ദ്രശേഖരന് അനുകൂലമായിട്ടുള്ള ഒഞ്ചിയം സഖാക്കളുടെ ഭൂമിയായ വടകരയിൽ ഒരു ശക്തമായിട്ടുള്ള മണ്ണിന്റെ വികാരമുണ്ട്. അത് മാർക്സിസ്റ്റുകാരുടെ വികാരം തന്നെയാണ്. അതിനെ UDF പരമാവധി മുതലെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമയെ അവിടെ വിജയിപ്പിച്ചത്. ആ തരംഗം തന്നെ ഇപ്പോഴും ഉണ്ടാവും. ശൈലജ ടീച്ചറിനോട് വളരെ ബഹുമാനമുണ്ട്, രമയും പറയുന്നുണ്ട്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായി വന്നിരിക്കുന്നതുകൊണ്ട്, സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നതുകൊണ്ട് തോൽപ്പിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. തന്നെയല്ല, ഇപ്പൊ ഭരണവിരുദ്ധ വികാര തരംഗം തന്നെയാണ് മൊത്തത്തിൽ കേരളത്തിലുള്ളത്. അതുകൊണ്ട് എവിടെ ആരെ കൊണ്ട് നിർത്തിയാലും ജയിക്കുമെന്നുള്ളൊരു അന്തരീക്ഷമില്ല. അതുകൊണ്ടാണ് മുതിർന്ന നേതാക്കളെ തന്നെ പലയിടത്തും, എറണാകുളം ഒഴിച്ച് മറ്റു മണ്ഡലങ്ങളിലെല്ലാം നിർത്തിയിരിക്കുന്നത്. KK ശൈലജ ടീച്ചറിനെ CPM പാർട്ടിയാണോ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണോ ചതിച്ചത്? പിണറായി വിജയന്റെ കയ്യിലാണല്ലോ ഇപ്പൊ പാർട്ടിയും ഭരണവുമില്ല. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിന് മുകളിൽ ആരാ ഉള്ളത്? പോളിറ്റ് ബ്യൂറോ പോലും ഇല്ലല്ലോ. അത് വളരെ പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളല്ലേ, നമ്മൾ പലതവണ പറഞ്ഞതുപോലെ. അതിനപ്പുറം ഒന്നുമില്ല. അതാണ് ഇതിന്റെ മാഗ്സസെ അവാർഡ് എന്ന് പറയുന്ന പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡ്. അത് കേരളത്തിന് തന്നെ അഭിമാനമാവുമായിരുന്നു. അത് വാങ്ങിക്കുന്നതിൽ നിന്ന് ശൈലജ ടീച്ചറെ തടഞ്ഞതാരാണ്? അതിന്റെ ഉത്തരം തന്നെയാണ് ഇതിന്റെ ഉത്തരം. ഒരു സംശയവുമില്ല. അത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു കളിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരു സംശയവുമില്ല. ശൈലജ ടീച്ചറിന് പാർലമെന്റിലേക്ക് പോകാൻ വടകരയിൽ നിന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റുകയില്ല. നാളെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. പക്ഷേ ഇവിടെ ഇപ്പോ ആ സമയത്ത് തന്നെ ഒരു ഇടുത്തി പോലെ, അല്ലെങ്കിൽ ഒരു
കാവ്യനീതി പോലെ ടി.പി. ചന്ദ്രശേഖരൻ കേസ് വീണ്ടും പ്രബലമായിട്ട് ഇവിടെ വന്നിരിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുപോലെ തന്നെ ടി.പി. ചന്ദ്രശേഖരന്റെ പാർട്ടി അവിടെ വളരെ ടി.പി. ചന്ദ്രശേഖരന്റെ അനുസ്മരണാർത്ഥം കെ രമ രൂപവൽക്കരിച്ച ആ പാർട്ടി അവിടെ വളരെ പ്രബലവുമാണ്. അതിന്റെ സഖാക്കൾ അവിടെ ധാരാളമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആവേശം മുൻനിർത്തിക്കൊണ്ട് അവർ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലിറങ്ങും. ഇപ്പോഴും കെ രമ ആ പഴയ ആവേശത്തോടു കൂടിയാണ് പോരാടുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ശൈലജ ടീച്ചർ നല്ലൊരു ആരോഗ്യം കേരളത്തിന്റെ, അതുപോലെ ബക്സ സേവാഗ് മാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകേണ്ടിയിരുന്ന കഴിവ് തെളിയിച്ച ഒരു നേതാവ്, ഒരു വനിതാ മുഖ്യമന്ത്രി ആയിട്ട് കേരളത്തിൽ ശോഭിക്കേണ്ട ഒരു CPM കാരി, ആത്മാർത്ഥയായ CPM കാരിയായിരുന്നു ശൈലജ ടീച്ചർ. ഇതെല്ലാം സഹിച്ചു. അവരെ ഇങ്ങനെ അപമാനിക്കുന്നത് മുഴുവൻ സഹിച്ചിട്ടും പാർട്ടിക്ക് വേണ്ടി, എല്ലാം പാർട്ടിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് സഹിച്ച ഒരു സ്ത്രീരത്നം കൂടി, വനിതാ രത്നം കൂടിയാണ് അവരെ. പക്ഷേ CPMന്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് വടകരയുടെ മണ്ണിൽ അവർക്ക് തീർച്ചയായിട്ടും എതിർ വികാരം ഏൽക്കേണ്ടി വരും, തോൽവി തന്നെ സംഭവിച്ചേക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയും. അത് വടകര ഞാൻ മാറ്റി നിർത്തിയാണ്. CPM പ്രഖ്യാപിച്ച 10 സ്ഥാനാർത്ഥികൾ മത്സരത്തിന് പ്രമുഖരുണ്ട്. ഒരു PB അംഗമുണ്ട്, 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ട്, 3 MLA-മാരുണ്ട്, 3 ജില്ലാ സെക്രട്ടറി ഉണ്ട്, ഒരു മന്ത്രിയുണ്ട്. അതെ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇനിയിപ്പോ അവിടെ എല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചെലവും കൂടെ വഹിക്കേണ്ടി വരില്ല. അവർക്ക് CPM എന്ന നേതാക്കൾക്ക് ഇത്രയും ക്ഷാമമാണോ? എന്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ആൾക്കാരെ ഇറക്കേണ്ടി വന്നത്? അപ്പോ അത് ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ മണ്ഡലങ്ങളിൽ ജയസാധ്യതയുള്ളവരെ തിരിച്ചിറക്കിയിരിക്കുകയാണ്. എറണാകുളം അവർക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒരു പുതുമുഖത്തിനെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എറണാകുളത്ത് ഒരു പ്രതീക്ഷയില്ല അവർ ജയിക്കുമെന്ന്. അതുപോലെ പത്തനംതിട്ട ഈ കേരള കോൺഗ്രസ് ഉണ്ടല്ലോ, കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുമായിട്ട് കൂട്ടിച്ചേർന്നാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യുന്നത്. പത്തനംതിട്ടയില് ഇപ്പോ സംഭവിക്കാൻ പോകുന്നത് ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ്. തോമസ് ഐസക്കാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത്. അവിടെ നമുക്കിപ്പോ തോമസ് ഐസക് ഈസി ആയിട്ട് അങ്ങ് ജയിച്ചു കയറും എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ. പ്രത്യേകിച്ചും സാധ്യത PC ജോർജ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ സ്ഥാനാർത്ഥിയാവണമെന്ന് BJP തന്നെ പറഞ്ഞിട്ടുണ്ട്. ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നല്ല, പറഞ്ഞിട്ടുണ്ട്. അവരുടെ പരിഗണനയിലുണ്ട് എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കി റീഡ് ചെയ്താൽ മതി. എന്തായാലും ശരി, അവിടെ ഓർത്തഡോക്സ് സഭയുടെ ഒരു എതിർപ്പ് CPM-നോടുണ്ട്. ഓർത്തഡോക്സ് സഭയുടെ യാക്കോബായ സമുദായവും എതിർക്കുന്നുണ്ട്. പക്ഷെ അവരുടെ വോട്ട് ചിലപ്പോൾ CPM-ന് വന്നെന്നിരിക്കാം. കാത്തോലിക്ക സഭയുടെയാണ് കേരള കോൺഗ്രസിന് കിട്ടാറുള്ള വോട്ട്. അപ്പൊ ഈ യാക്കോബായ സഭയുടെ വോട്ട് എങ്ങോട്ടാകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. എന്തായാലും ശരി, അവിടെ ഈസി ആയിട്ട് അങ്ങനെ ആരും ജയിച്ചു കയറുന്ന ഒരു മണ്ഡലമല്ല പത്തനംതിട്ട. വളരെ ശക്തമായ ത്രികോണ മത്സരം കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഒരു മണ്ഡലമാണ് അവിടെ. അതുപോലെ തന്നെ കൊല്ലത്ത് മുകേഷിനെ നിർത്തിയാലും പ്രേമചന്ദ്രനെ ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രമാത്രം പ്രബലമാണ് NK പ്രേമചന്ദ്രന് അനുകൂലമായിട്ടുള്ള വികാരം. അതുപോലെ തന്നെ ചില സർവേകൾ നടന്നതിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകേണ്ട ആളായിട്ട് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് KK ശൈലജ ടീച്ചറെയാണ്. അതിൽ പിണറായി വിജയന്റെ റേറ്റിംഗ് വളരെ താഴെയാണ്. കൊല്ലത്തത് സുരേഷ് ഗോപിയോടൊപ്പമാണ് വരുന്നത്. BJP-യുടെ സുരേഷ് ഗോപിക്കും, അതുപോലെ തന്നെ ഈ കൊല്ലത്ത് BJP-യുടെ സുരേഷ് ഗോപിക്കൊപ്പമാണ് പിണറായി വിജയന്റെ റേറ്റിംഗ്. അവിടെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ശൈലജ ടീച്ചറാണ്. അവിടെ ജയസാധ്യത സർവേയിൽ കണ്ടത് മുകേഷ് നിന്നാൽ പോലും ജയിക്കുന്നത് പ്രേമചന്ദ്രൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതുകൊണ്ടൊക്കെ കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാം. ഇവിടെ ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ഥിതി വരില്ല, 19+1 എന്നുള്ളത് വരില്ല. എങ്കിലും സീറ്റുകളുടെ എണ്ണത്തിൽ UDF തന്നെയായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അവരുടെ മിടുക്കുകൊണ്ടോ പ്രതിപക്ഷമെന്നുള്ള നിലയിൽ അവരുടെ പ്രക്ഷോഭമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടോ അല്ല, മറിച്ച് ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള സപ്ലൈകോയിൽ പോലും ഒന്നും കിട്ടാത്ത, പരീക്ഷ എഴുതാൻ പേപ്പർ കൊടുക്കാൻ പൈസ ഇല്ലാത്ത ഒരു ഗവൺമെന്റിന്റെ അഴിമതി നിറഞ്ഞ ഭരണത്തോടുള്ള ഒരു എതിർപ്പ്, അതിനോടുള്ള ഒരു വിരുദ്ധ വികാരം ആയിരിക്കും ഇതിലൊക്കെ പ്രതിഫലിക്കുക എന്നുള്ളത് സംശയമില്ല. അതിന്റെ ഫലമായിട്ട് ഒരു ഈസി വോക്ക് ഓവർ ഇവിടെ തീർച്ചയായിട്ടും UDF-ന് മൊത്തത്തിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കണ്ണൂരിലൊക്കെ MV ജയരാജൻ ഈസി ആയിട്ട് ജയിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ സ്വഭാവമുള്ള കാലത്തൂരിൽ ഇപ്പോ തീവാറും പോരാട്ടം K രാധാകൃഷ്ണൻ നടത്തിയാലും അദ്ദേഹം ജയിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഒരു മന്ത്രി പക്ഷെ നമുക്ക് കേരളത്തിന് അവിടെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പൊ അത്രമാത്രം പരാജയ ഭീതി CPM-നെ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്
ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആലപ്പുഴയിൽ കഴിഞ്ഞ പ്രാവശ്യം പ്രതിസന്ധികളെ ഈ CPM പ്രഖ്യാപിച്ച ലിസ്റ്റിൽ എത്ര പേർ വിജയിക്കണം വരും ദിവസങ്ങൾ അല്ലെങ്കിൽ റിസൾട്ട് വരുമ്പോൾ കണ്ടുവരും. നന്ദി ശ്രീരാധ. ഓക്കെ.